നാട്ടിൽ വന്നാൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണല്ലോ ലുലു വിസിറ്റ്. അങ്ങനെ നമ്മളിന്ന് ലുലു മോളിൽ പോവുകയാണ്. ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് അച്ഛനും ബ്രദറും ഒന്നുമില്ല. സോ നമ്മളൊരു ഊബർ വിളിച്ച് ഞാനും അമ്മയും സിസ്റ്ററിലും പിള്ളേരും കൂടി പോവുകയാണ്. ക്രിസ്മസിന് ഒരു 2 days മുന്നാണ് നമ്മൾ പോയത്. അവിടെ ചെന്നപ്പോൾ നല്ലൊരു ക്രിസ്മസ് ട്രീയും പിന്നെ ക്രിസ്മസ് ഡെക്കോർസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അധികം നേരം നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ നിൽക്കാൻ പറ്റിയില്ല. കാരണം നിച്ചുവിന് ഫൺ ട്യൂറെ പോകണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചാണ് നമ്മൾ ലുലുവിൽ വന്നത് തന്നെ. നമ്മൾ നേരെ ഫൺ ട്യൂറിലേക്ക് വന്നു. അവിടെ വന്ന് ടിക്കറ്റും കാര്യങ്ങളൊക്കെ നോക്കി ടിക്കറ്റ് എടുത്ത് ഒരു കാർഡ് പ്രൊവൈഡ് ചെയ്തു. 5 വർഷത്തെ വാലിഡിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ടോ. നിച്ചു ആദ്യം അവിടെ എല്ലാം ഒരു റൗണ്ട് എടുത്ത് എല്ലാ റൈഡും നോക്കി നടന്ന് കണ്ടു കേട്ടോ. എന്നിട്ട് ആദ്യം ഈ ഒരു റൈഡിനകത്ത് കയറി. 3-4 റൈഡ് നിച്ചുവിൻ്റെ ഹൈറ്റ് വെച്ചിട്ട് അവൻ ഫിറ്റ് ആവില്ലായിരുന്നു. പക്ഷെ ബാക്കി റൈഡ്സ് എല്ലാം ആക്സസബിൾ ആയിരുന്നു കേട്ടോ. എനിക്ക് ദുബായിൽ നമ്മൾ മാജിക് പ്ലാന്റിൽ പോകുന്ന വെച്ച് നോക്കുമ്പോൾ ഭയങ്കര അഫോർഡബിൾ ആയിട്ട് തോന്നി. നമ്മൾ 2600 സംതിങ്ങോ അങ്ങനെ എന്തൊരു പേയ്മെന്റ് പ്ലാനാണ് എടുത്തത്. അത് വെച്ച് തന്നെ അത്യാവശ്യം എല്ലാ റൈഡിലും കയറാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. വേറൊരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ മിക്ക റൈഡ്സും നിച്ചുവിന് തന്നെ കയറാൻ പറ്റുന്ന, തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് റൈഡ്സ് ആയിരുന്നു. ഈ റൈഡ്സിൽ നിച്ചു 2-3 തവണയെങ്കിലും കയറിയിട്ടുണ്ട്. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. നാട്ടിൽ വരുമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റുന്ന വേറൊരു സംഭവമാണ് എൻ്റെ ഈ സൗണ്ട് പോലും കേട്ടോ. എനിക്ക് നാട്ടിൽ വരുമ്പോൾ എനിക്കറിയില്ല, ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നതുകൊണ്ടായിരിക്കും എൻ്റെ സൗണ്ട് അങ്ങ് അടയ്ക്കും. ഞാൻ അതുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ചില സമയത്തൊക്കെ കാറ്റ് മാത്രമാണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ അത് വീണ്ടും എഡിറ്റ് ചെയ്ത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കും. സൗണ്ട് ക്ലിയർ അല്ലാത്തതിൻ്റെ റീസൺ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അതൊക്കെ പോട്ടെ. അപ്പോൾ അത് കഴിഞ്ഞ് നിച്ചു ഈ ഒരു സംഭവത്തിൽ കയറി. നിച്ചു എല്ലാ റൈഡിലും തന്നെ കയറുന്നുണ്ടായിരുന്നു കേട്ടോ. നിച്ചുവിന് ഒട്ടും ആക്ച്വലി നേരത്തെ അവനെല്ലാം പേടിയായിരുന്നു. ഇപ്പോൾ എല്ലാം തന്നെ മാനേജ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സംഭവത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് നിച്ചുവിൻ്റെ കൂടെ കയറുന്നത്. കാരണം ദുബായിലാണെങ്കിൽ കൂടെ കയറുന്നത് എപ്പോഴും ഇച്ചാനായിരുന്നു. എനിക്കങ്ങനെ കയറാൻ താല്പര്യം തോന്നിയിട്ടില്ല. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തിട്ട് നല്ല രസമുണ്ടായിരുന്നു. നല്ല ഫണ്ണായിരുന്നു ഈ ഒരു ബമ്പിങ് കാർസ്. ഞാൻ ആക്ച്വലി ഇത് നമ്മൾ വണ്ടർലയിൽ പോയ സമയത്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടല്ലോ. അല്ലാതെ പിന്നെ ഞാനത് കയറിയിട്ടൊന്നുമില്ല കേട്ടോ. ഈ ഒരു സംഭവത്തിൽ നിച്ചു കയറണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത്ര ഷുവർ ആയിരുന്നില്ല അവൻ പേടിക്കാതെ അതിനകത്ത് ഇരിക്കും എന്നുള്ളത്. പക്ഷേ അൺഎക്സ്പെക്റ്റഡ്ലി അവൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഒരു സന്തോഷം. ഇത്ര നേരം ആയപ്പോഴത്തേനും ഓൾമോസ്റ്റ് ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് നല്ല വിശപ്പായി തുടങ്ങി. സോ നമ്മൾ പിസ്സ കഴിക്കാൻ വേണ്ടി വന്നു കേട്ടോ. ഒരു സെറ്റ് ഗാർലിക് ബ്രെഡും ഒരു പെപ്പറോണി പിസ്സയും ഒരു വെജ് പിസ്സയാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ അവിടെ നിന്ന് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും മിച്ചുവിന് വീണ്ടും റൈഡ്സിൽ പോകണമെന്ന് പറഞ്ഞു. കാരണം ഇനി ആക്സസ് ചെയ്യാത്ത റൈഡ്സ് ഉണ്ടായിരുന്നു, പോയിന്റ്സും ബാക്കി ഉണ്ടായിരുന്നു. സോ നമ്മൾ ഇനി പോയി കഴിഞ്ഞാൽ പിന്നെ ഇനി വരാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ. ഈ ഒരു റൈഡിൽ നിച്ചു സെക്കൻഡ് ടൈം ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഞാൻ അമ്മയും നാത്തൂനെയും ഈ ഒരു റൈഡിനകത്ത് കയറ്റി കേട്ടോ. അവർ നല്ലോണം അത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അമ്മയ്ക്ക് കുറച്ച് പേടിയായി എന്ന് പറഞ്ഞു. എന്നാലും ഓക്കെ, അമ്മ ആദ്യമായിട്ടാണ് ഈ റൈഡിലൊക്കെ കയറുന്നത്. അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മളിവിടെ വെയിറ്റ് ചെയ്യുവാണ്. നല്ല ടയർഡ് ആയിട്ടുണ്ട് കേട്ടോ. അമ്മയും സിസ്റ്ററും കൂടെ കൊച്ചിനെ ഫീഡ് ചെയ്യാനും പോയേക്കുവാണ്. അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഊബർ ബുക്ക് ചെയ്തു. അത് വരാൻ കുറച്ച് ടൈം എടുക്കുമായിരുന്നു. അപ്പോഴേക്കും നമ്മൾ താഴെ വന്നപ്പോൾ അവിടെ കരോളൊക്കെ നടക്കുമായിരുന്നു. പിന്നെ അവിടെ സാന്റാക്ലോസിനെ കണ്ടപ്പോൾ നിച്ചുവിന് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നിച്ചുവിനെ നിർത്തി നമ്മളൊരു ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോഴേക്കും നമ്മുടെ ഊബർ വന്നു എന്ന് എനിക്ക് മെസ്സേജ് വന്നു. സോ ഇപ്പോൾ നമ്മൾ കാറിൽ കയറി നേരെ വീട്ടിൽ പോവുകയാണ്.